നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, അത്തം, ചിത്തിരയുടെ ആദ്യ 2 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒക്ടോബർ മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കന്നി, തുലാം രാശികളിൽ സഞ്ചരിക്കുന്ന മാസമാണ്. 2025 ഒക്ടോബർ 17 സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കും. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു രാശിമാറ്റമാണ് വ്യാഴത്തിൻ്റെത്. 1.5 വർഷത്തിലൊരിക്കൽ മാത്രം രാശി മാറുന്ന വ്യാഴം പതിവിൽ വിപരീതമായി ഒക്ടോബർ 18 വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നതാണ്. ശനി മീനം രാശിയിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, വ്യാഴം മിഥുനം, കർക്കിടകം എന്നീ രാശികളിലും, ചൊവ്വ തുലാം, വൃശ്ചികം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു. ബുധൻ കന്നി, തുലാം, വൃശ്ചികം എന്നീ രാശികളിലും, ശുക്രൻ ചിങ്ങം, കന്നി എന്നീ രാശികളിലും ഒക്ടോബർ മാസത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും ചൊവ്വയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ദോഷപരിഹാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിനാൽ തന്നെയും വീഡിയോ മുഴുവനായും എല്ലാവരും കാണുവാൻ ശ്രമിക്കുക. ഇനി കന്നിക്കൂറുകാരായ ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, അത്തം, ചിത്തിരയുടെ ആദ്യ 2 നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കന്നിക്കൂറുകാർക്ക് ഒക്ടോബർ മാസത്തിന്റെ ആദ്യ പകുതി അല്പം ദോഷപ്രദവും 2ാം പകുതി ഗുണപ്രദവുമാണ്. കന്നിക്കൂറുകാർക്ക് ശുക്രൻ ഒക്ടോബർ മാസത്തിൽ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ധനപരമായി വളരെയധികം മെച്ചമുണ്ടാകും, എങ്കിലും മറ്റു കാര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇവർ സൽസ്വഭാവികളും ദാനശീലമുള്ളവരുമായി മാറും. ചെലവുകൾ വന്ന് ഭവിക്കാമെങ്കിലും ഇവർക്ക് ഈ സമയം ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതായത് വിവാഹ തടസ്സങ്ങളും പ്രണയ സംബന്ധിയായ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം. ഒരു പക്ഷേ ജോലി സംബന്ധമായോ മറ്റോ ബന്ധുക്കളെയും മറ്റും പിരിഞ്ഞ് താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകാം. വസ്ത്രസംബന്ധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അത്ര ഗുണപ്രദമായ സമയമല്ല ഇത്. എന്നാൽ 12ാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായി നിലനിന്നിരുന്ന ശുക്രൻ ഒക്ടോബർ 9 കൂടി തന്റെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് വളരെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ഒക്ടോബർ മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ ഇടയാകും. വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ്. ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കാവുന്ന സമയമാണിത്. ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവുണ്ടാകുകയും കൃഷി, ഫാമിംഗ്, വസ്ത്രം, ആഭരണങ്ങൾ, സുഗന്ധവസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ കന്നിക്കൂറുകാർക്ക് ബുധൻ 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാവിധത്തിലും ഇവർക്ക് ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ്. പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത്.
എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടി വരും. അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ ഇവർക്ക് മനസ്സിൽ വന്നുകൂടുന്നതാണ്. ബിസിനസ്, വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും. കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും. താൻ പഠിച്ച വിഷയത്തിൽ സ്വന്തം നാട്ടിലോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധനനേട്ടവും ജോലിയിൽ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. എന്നാൽ ഒക്ടോബർ 24-ാം തീയതി ബുധൻ 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ്. തന്റെ നാക്കുപിഴ ബിസിനസ്സിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ സമയത്ത് കേസ്, വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും. ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകും. ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും. നിലവിൽ ചൊവ്വ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ തന്നെ ഒക്ടോബർ 27 വരെയുള്ള കാലഘട്ടത്തിൽ കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാം. വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കേണ്ടതാണ്. ഇവർക്ക് ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഏർപ്പെടുക ശത്രുക്കളിൽ നിന്നായിരിക്കും. ശത്രുക്കളുടെ ഉപദ്രവം പതിവില്ലാത്ത വിധം നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാം. അതുപോലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്നും തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥകളും ഉണ്ടാകും. ഒക്ടോബർ മാസത്തിന്റെ തുടക്കത്തിൽ ഹൃദ്രോഗ സംബന്ധിയായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ്. അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവരും ഹൃദ്രോഗ സാധ്യതയുള്ളവരും പുതിയ ജീവിതശൈലി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കന്നിക്കൂറുകാർക്ക് ഒക്ടോബർ 27-ാം തീയതിയോടുകൂടി ചൊവ്വ ഏറ്റവും അനുകൂല സ്ഥാനമായ 3-ലേക്കാണ് സഞ്ചരിക്കുന്നത്. ഇത് അത്യുത്തമമാണ്. ഗ്രഹനില കൂടി യോജിച്ചു വരികയാണെങ്കിൽ ശത്രുക്കളോ കുട്ടികളോ നിമിത്തം ഇവർക്ക് പല വിധേനയുള്ള ദ്രവ്യലാഭം ഉണ്ടായേക്കും. പോലീസ്, പട്ടാളം മുതലായ ക്ഷത്രിയ ജോലികൾ ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ഉണ്ടാകുന്നതാണ്. ഉപാസന, ചികിത്സ എന്നിവയുടെ ഫലമായി തന്റെ ഓജസ്സും ആരോഗ്യവും കൂടി വരുന്നതായി അനുഭവപ്പെടും. ഇവർക്ക് ഒക്ടോബർ മാസത്തിലെ അവസാനം നിയമേന ശത്രുശല്യം വളരെയധികം കുറയുന്നതാണ്. കൂടാതെ രക്തസംബന്ധിയായി അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുകയും പല രീതിയിലുള്ള ദ്രവ്യലാഭം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ്. ചൊവ്വയുടെ രാശിമാറ്റ ശേഷം ഭാര്യ സ്വത്ത് കൈവശം വരുന്നതിനും അതല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ സ്വത്ത് വാങ്ങുന്നതിനും ഇടയാകും. വിദേശത്തുള്ള അനിയന്റെയോ ബന്ധുക്കളുടെയോ സഹായം ലഭിക്കുന്നതിനും വീട് പണിയാനുള്ള ആവശ്യത്തിലേക്കായി ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനോ ലോൺ ശരിയാക്കുന്നതിനോ സാധിക്കുകയും ചെയ്യും. വിദേശത്തു നിന്നും മക്കൾ പണം അയക്കുന്നതിനോ മക്കൾക്ക് പുതിയ ജോലി ലഭിച്ച് വീട്ടിലെ സാമ്പത്തിക ഭാരം ഏറ്റെടുക്കുന്നതിനും സാധ്യതയുണ്ട്. ഒക്ടോബർ മാസത്തിൽ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല. ഗോചരവശാൽ 10-ലെ വ്യാഴം ദോഷപ്രദനാണ്. ഈ കാലഘട്ടത്തിൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും നിർബന്ധിതനാകുകയും ചെയ്യും. എന്നാൽ ഇവർക്ക് വ്യാഴം 10-ൽ സഞ്ചരിക്കുന്ന സമയത്ത് സർക്കാർ ജോലി ലഭിക്കുന്നതിന് യോഗം ഉണ്ടായിരിക്കും. കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും. അവർ പഠനാവശ്യത്തിനായോ ജോലി ആവശ്യത്തിനായോ വീട്ടിൽ നിന്നും ദൂരസ്ഥലത്തേക്ക് പോകുന്നതിന് ഇടയാകുകയും
ഒരത്യാവശ്യത്തിന് പുത്രന്മാരുടെ സഹായമില്ലാത്തൊരവസ്ഥ സംജാതമാകുകയും ചെയ്യും. എന്നാൽ 10-ലെ വ്യാഴം ഇവർക്ക് പലവിധ മാർഗങ്ങളിലൂടെ ധനസമ്പാദനത്തിനായി ഈ വ്യക്തിയെ കൊണ്ട് പരിശ്രമിപ്പിക്കുകയും കുറെയൊക്കെ വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. ഇവരുടെ സ്നേഹിതന്മാർ ഇവരോട് അസൂയ പ്രകടിപ്പിക്കുന്നതിന് ഇടയാകുകയും അവർ നിമിത്തം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതാണ്. വളരെ അമൂല്യങ്ങളായ കലകളും മറ്റും ഈ കാലഘട്ടത്തിൽ ഇവർ പഠിക്കാൻ ഇടയാകും. യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് ഒക്ടോബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അനുഭവിക്കേണ്ടി വരും. എന്നാൽ 10-ാം ഭാവത്തിൽ ദോഷപ്രദനായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ഒക്ടോബർ 18-ാം തീയതി രാശി മാറി തന്റെ 11-ാം ഭാവത്തിലേക്ക്, അതായത് കർക്കിടക രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഏറ്റവും ഗുണപ്രദമാണ്. അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദര സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യം ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും. ഇവർ പോലും ചിന്തിക്കാത്ത സമയത്ത് തന്റെ ബന്ധുക്കളുടെയോ സഹോദരങ്ങളുടെയോ സഹായങ്ങളും മറ്റും ലഭിക്കാനിടയാകും. ജീവിതത്തിന്റെ പല മേഖലകളിൽ നിന്നും അറിവ് സമ്പാദിക്കുകയും ആ അറിവ് മുഴുവനും ധനമാക്കി മാറ്റുന്നതിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. തന്റെ എല്ലാ പ്രവൃത്തികളിലും ഔദാര്യവും ആഢ്യത്വവും ഇവർ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. വ്യാഴത്തിന്റെ 11-ലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ്. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാൻ ഇടയാകും. കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഒരു നിലയും വിലയും കൈവരികയും ചെയ്യും. നിലവിൽ കന്നിക്കൂറുകാർക്ക് സൂര്യൻ 17-ാം തീയതി വരെ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. ഇവർക്ക് ഒക്ടോബർ 17 വരെയുള്ള നിലവിലെ സൂര്യന്റെ സ്ഥിതി ഒട്ടും അനുകൂലമല്ല. ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും. ഇത്തരം യാത്രകളിൽ ഭക്ഷണം ശരിയാകാത്തത് നിമിത്തമോ മറ്റോ പലവിധേന ഉദരരോഗമുണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ജോലി സ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായ സ്ഥിതിയും ഉണ്ടാകും. എന്നാൽ നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക് നല്ല കാലമാണ്. കഠിനാധ്വാനത്താൽ സാമ്പത്തിക ദുരിതങ്ങൾ മെല്ലെ മാറ്റുവാൻ കഴിയും. ജോലിയിൽ പ്രമോഷനും മറ്റും ലഭിക്കുന്നതിന് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കും. കൂടാതെ തനിക്ക് അനുകൂലമല്ലാത്ത സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. എന്നാൽ 17-ാം തീയതി സൂര്യൻ കന്നി രാശിക്കാരുടെ 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഒക്ടോബർ പകുതിക്ക് ശേഷമുള്ള സൂര്യന്റെ 2-ലെ സ്ഥിതി നിമിത്തം ചെലവ് അധികരിച്ചിരിക്കും. ജോലിയോടുള്ള ആഭിമുഖ്യം നിമിത്തം സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ വരും. പഴയ സ്ഥാപനം വിട്ട് പുതിയതിലേക്ക് മാറുവാൻ അവസരമുണ്ടാകും. സുഹൃത്തുക്കളോ അടുത്ത ബന്ധുക്കളോ തന്നെ വഞ്ചിക്കുന്നതിനും ഒക്ടോബർ മാസം ഇടയാകും. ജോലിയോടുള്ള പ്രതിപത്തി നിമിത്തം ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല എങ്കിൽ മരണതുല്യമായ അവസ്ഥ കടന്നു വരുന്നതിന് പോലും കാരണമായേക്കാം. അതിനാൽ ചെറിയ രോഗമാണെങ്കിൽ പോലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവർക്ക് കണ്ണിന് രോഗം വരുന്നതിനും കൂടാതെ രോഗങ്ങൾ നിമിത്തം ധനനഷ്ടമുണ്ടാകുന്നതിനും ഒക്ടോബർ മാസത്തിൽ സാധ്യതയുണ്ട്. കന്നിക്കൂറുകാർക്ക് ശനി 7-ാം രാശിയിലായതിനാൽ ഒക്ടോബർ മാസത്തിന്റെ ആദ്യ പകുതിയിൽ വിരഹവിയോഗാദികൾ ഉണ്ടാകും. എന്നാൽ പങ്കുകച്ചവടത്തിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാൻ സാധ്യതയുമുണ്ട്. കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാകുകയും ചെയ്യും. കൂടാതെ ഈ സമയങ്ങളിൽ അന്യഭാഷകൾ പഠിക്കുന്നതിന് അവസരവും ഉണ്ടാകും. പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും. കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിപരീത ഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും. ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനിദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും. ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത 2.5 വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ്. ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല. എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.